സാക്ഷിയാക്കി റാപ്പർ വേടന്റെ വിവാഹം ഉടൻ. സബ് രജിസ്ട്രാർ അല്പസമയത്തിനകം വേടന്റെ തൃശൂരിലെ വീട്ടിലെത്തും. വേടന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടി ചേർന്നുണ്ട്. ശ്രീജിത്ത്, വിവരങ്ങൾ എങ്ങനെയാണ്? ശ്രീനിധി, അല്പസമയം മുൻപാണ് നമ്മുടെ തൊട്ടുപുറകിലുള്ള അതാണ് വേടന്റെ വീട്. ആ വേടന്റെ വീട്ടിലെ മട്ടുപ്പാവിൽ നിന്ന് വേടനും പ്രതിശ്രുത വധു അവരുടെ സുഹൃത്തുമായ നവമി ലതയും ചേർന്ന് ഇവിടെ വന്നിരുന്ന മാധ്യമപ്രവർത്തകരെയും അദ്ദേഹത്തിന്റെ ആരാധകരെയും ഒക്കെ കൈകൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് വേടന്റെ സ്ഥിരം വേഷമായ കറുപ്പ് വസ്ത്രത്തിൽ അദ്ദേഹം അഭിവാദ്യം ചെയ്തുകൊണ്ട് അകത്തേക്ക് പോയിട്ടുള്ളത്. സബ് രജിസ്ട്രാർ KM ജുജു അല്പസമയത്തിനകം തന്നെ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ഒരു വാഹനം ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. കൃത്യം ഒരു 5:30 മണിയോടുകൂടി വിവാഹം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വൻ തിരക്ക്, രാവിലെ വിവാഹം നടക്കുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ ഒരു വൻ മാധ്യമപ്രവർത്തകർ ഒരുപാട് പേർ ഇവിടെ ഉണ്ടായിരുന്നു. ചില യൂട്യൂബേഴ്സും ഇവിടെ തന്നെ നിലയുറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴാണ് ഈ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് കൃത്യമായ വിവരം ലഭിച്ചത്. ഈ നടപടിക്രമങ്ങൾ നടത്തണമെങ്കിൽ ആൾക്കൂട്ടം വലിയ ബുദ്ധിമുട്ടാകും, അതുകൊണ്ട് അങ്ങോട്ട് വരേണ്ട, വേടന്റെ ഈ വീട്ടിലേക്ക് തങ്ങൾ വരാമെന്ന്. അത് 5 മണിക്ക് ശേഷം അവിടുത്തെ ഓഫീസ് ടൈം കഴിഞ്ഞ് അവിടുത്തെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങോട്ട് വരാമെന്നാണ് അറിയിച്ചത്. എന്തായാലും വേടനും നവമിയും അല്പസമയം മുൻപാണ് ഇവിടെ വന്ന് എല്ലാവരെയും അഭിവാദ്യം ചെയ്തു പോയത്. അസൗകര്യം ഉണ്ട്, കുറച്ച് ബന്ധുക്കളും അതുപോലെ തന്നെ ചില സുഹൃത്തുക്കളും മാത്രമാണ് എല്ലാവരെയും അകത്തേക്ക് ക്ഷണിക്കാൻ പറ്റാത്തതിൽ വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് വേടൻ പോയത്. നേരത്തെ വേടൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭരണഘടനയെ സാക്ഷിയാക്കിയായിരിക്കും ഒരു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള ഒരു വിവാഹം നടക്കുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വേടന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നു. റാപ്പർ വേടൻ അല്പസമയത്തിനകം തന്നെ വിവാഹിതനാകും. തീർച്ചയായും ശ്രീജിത്ത്, വേടന്റെ വിവാഹം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തന്നെ വലിയ രീതിയിൽ ഒരു തരംഗമാവുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. വേടന്റെ കല്യാണക്കത്തിൽ പോലും അത്തരത്തിലൊരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും നവമി, അതായത് വേടൻ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം അത് കറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്, മനുഷ്യപക്ഷത്തിൻ്റെ രാഷ്ട്രീയമാണ്, ദളിതൻ്റെ രാഷ്ട്രീയമാണ്. അത് നമുക്കറിയാം. ധർമ്മശാലയിലെ കണ്ണൂർ ധർമ്മശാലയിലൊരു സർക്കാരിൻ്റെ പരിപാടിയിൽ വെച്ച് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് അത്തരത്തിൽ വേടൻ്റെ വിവാഹത്തെക്കുറിച്ച് ഔപചാരികമായി പ്രഖ്യാപിക്കുന്നത്. വേടനോട് അടുപ്പമുള്ള ആളുകൾ പറയുന്നത് ഗോവിന്ദൻ മാഷോട് വ്യക്തിപരമായി തൻ്റെ വിവാഹമാണ് എന്ന് വിവാഹം അറിയിച്ചതാണ്. അദ്ദേഹം പക്ഷേ സസ്പെൻസ് ആളുകളുടെ ഇടയിൽ പൊട്ടിച്ചതോടുകൂടിയാണ് ഇത്തരത്തിൽ എല്ലാം പുറത്തറിഞ്ഞതെന്നാണ് പറഞ്ഞത്. പക്ഷേ അതിലൊട്ടും വിഷമമില്ല എന്നും വേടൻ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പറയുന്നു. CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് വിവാഹം പുറത്തേക്ക് അറിയിച്ചതെന്നതിൽ തങ്ങൾക്ക് ഒരു വിഷമവുമില്ല എന്നും അവരുടെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും ഇതിനോടകം തന്നെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കല്യാണ കത്തിൽ മാത്രമല്ല വേടന്റെ വേഷവിധാനത്തിൽ പോലും ഇന്നും ആ കറുപ്പിൻ്റെ രാഷ്ട്രീയമാണ് വേടൻ പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായ കറുപ്പ് ഇന്നും അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെയുണ്ട്. അണിഞ്ഞ വസ്ത്രത്തിൽ പോലും കറുപ്പാണ്. ഇത് കൂടാതെ കയ്യിൽ ഒരു കറുത്ത തൂവാല അദ്ദേഹം ഷോൾ കരുതിയിട്ടുണ്ട്. അങ്ങനെ മനുഷ്യപക്ഷം അത് ദളിത് പക്ഷമാണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ പക്ഷത്തെ, ഒരു ചവിട്ടിയരക്കപ്പെട്ടവൻ്റെ പക്ഷത്തെ അത് ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന രാഷ്ട്രീയമാണ് വേടൻ അദ്ദേഹത്തിൻ്റെ റാപ്പുകളിലൂടെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ ഒക്കെ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം, അത് നമുക്ക് ആ ദൃശ്യങ്ങൾ വേണമെങ്കിൽ ഒന്നുകൂടി കാണാം. അവർ ഇത്ര നേരം മുകളിലുണ്ടായിരുന്നു, ശേഷമാണ് പുറത്തേക്ക് പോയത്. എന്തായാലും അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛനും അടക്കമുള്ള സഹോദരങ്ങളും ബന്ധുക്കളും അടക്കമുള്ള ആളുകളും അടുത്ത സുഹൃത്തുക്കളും ഏതാനും ഒരു 50-ൽ താഴെ ആളുകൾ മാത്രമാണ് ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുള്ളൂ. അവർ ആണ് അവിടെ ഉള്ളത്. ഇപ്പോൾ രജിസ്ട്രാർ ഇങ്ങോട്ട് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർ ഏതാണ്ട് ഈ മുളങ്കുന്നത്തുകാവ് പരിസരം വിട്ടുകഴിഞ്ഞ് മുളങ്കുന്നത്തുകാവിൽ നിന്ന് പൂമലയ്ക്ക് കയറുന്ന വഴിയിലാണ്, പൂമല ഡാമിന് സമീപത്തേക്ക് പോകുന്ന റോഡാണ് ഉള്ളത്. എന്തായാലും ഇവിടെ നമ്മൾ ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ വ്യക്തമായി തന്നെ കാണുന്നുണ്ട്. ഇവിടെ അവരുടെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണുള്ളത്. ഈ ഒരു വില്ലയാണ്, ഈ വില്ലയിലാണ് വേടൻ താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാടകയ്ക്ക് അദ്ദേഹം താമസിക്കുന്ന വീട് ഒരുപാട് ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ അവരുടെ ഒരു സ്വകാര്യത കൂടി മാനിച്ചാണ് അകത്തേക്ക് കൂടുതൽ ആളുകളെ പ്രവേശിപ്പിക്കാത്തത്. നമ്മളെല്ലാവരും അല്പസമയം മുൻപ് അകത്തായിരുന്നു. കൂടുതൽ ആളുകളായപ്പോൾ സ്വാഭാവികമായി അവരോട് കൂടി ഒരു നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ അവരുടെ കൂടി ഒരു പരിഗണനയോടുകൂടി തന്നെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. എന്തായാലും അല്പസമയത്തിന് തന്നെ റാപ്പർ വേടൻ വിവാഹിതനാവുകയാണ്. ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ ഉറ്റുനോക്കുകയാണ്. എന്തായാലും ഇങ്ങോട്ട് വരില്ല. അതിനുശേഷം ഒരു സ്വകാര്യ റിസോർട്ടിൽ വെച്ച് ചെറിയൊരു വിവാഹ സൽക്കാരവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടുതൽ സൽക്കാരങ്ങളും ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പരിപാടിയും പിന്നീടാണെന്നാണ് വേടനും അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവരും പറയുന്നത്. ശ്രീനിധി, തീർച്ചയായും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ട് ഭരണഘടനയെ സാക്ഷിയാക്കി റാപ്പർ വേടന്റെ വിവാഹം ഉടൻ നടക്കും. സബ് രജിസ്ട്രാർ അല്പസമയത്തിനകം വേടന്റെ തൃശൂരിലെ വീട്ടിലെത്തും. വേടന്റെ അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വേടന്റെ വീടിന്റെ മുന്നിൽ നിന്നും പ്രതികരണം നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.